ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു അടിപൊളി വാർത്തയാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ ഞരമ്പ് രഘുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. നമ്മുടെ പട്ടീന ബീവി തീർത്ഥാത്തയുടെ അടുത്ത ആളാണ്, ഞരമ്പ് രോഗിയാണ്. ഈ അടുത്ത കാലത്ത് ഞരമ്പ് ഈ തനുജ എന്ന് പറയുന്ന യൂട്യൂബറെ നിങ്ങൾക്ക് അറിയായിരിക്കും. തനുജയോട് പോയിട്ട് ഐ ലവ് യു എന്നും മറ്റുമൊക്കെ പറയുകയും ഇതേ കണക്ക് സുനിത എന്ന് പറയുന്ന അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരിയെ ചേർത്ത് അവർ റൂം എടുത്തു കൊടുക്കാമെന്നും മറ്റുമൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയമുണ്ടായി. അവസാനം സ്ത്രീകൾ കുറേ പേര് ഇവരെ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അവസാനം പോലീസിൽ ഏൽപ്പിച്ചു. ഈ പറയുന്നവർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ ഇപ്പോൾ റിമാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിലവിൽ ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. നാളെ രാവിലെ റിലീസാവും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇതൊരു നല്ല വാർത്തയാണ്, സ്ത്രീകളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വാർത്തയാണ്. കാര്യം ഇവൻ ഓരോ കമൻറ്റ് ബോക്സിലും, ഇവിടെ മാത്രമല്ല രാഷ്ട്രീയ കാര്യങ്ങളിലും ഒക്കെ ഓരോ കമൻറ്റ് ബോക്സിൽ ഇവ എഴുതിയിടുന്ന വൃത്തികേടുകൾ അത്രത്തോളം വൃത്തികേടുകളായിരുന്നു. സ്ത്രീകളെ കണ്ട ഇവ ഒരു ലൈംഗിക ഉപഭോക്ത എന്നുള്ള രീതിയിൽ, ലൈംഗിക ഉൽപ്പന്നം എന്നുള്ള രീതിയിലാണ് ഇവൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെയൊക്കെ വളരെ മോശമായിട്ട് കമൻറ്റ് ബോക്സുകളൊക്കെ, നമ്മുടെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഇവൻ കമൻറ്റ് ബോക്സിലൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്താ പറയുന്നത്, കാലം കണക്ക് പറയും എന്ന് പറയുമാതിരി അധികം വൈകാതെ തന്നെ തല്ലും വാങ്ങി എല്ലാം നിർത്തി എന്നൊക്കെ കാല് പിടിച്ച് പറഞ്ഞു എന്നൊക്കെ ഇപ്പോൾ ഫിജോ വന്നവർ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. സോ വല്ല കാര്യമുണ്ടോ? ഈ പട്ടീന ബീവിയെ പോലുള്ള സ്ത്രീകളെ ചുമന്ന് നടന്ന് ഞരമ്പ് സ്വഭാവം കാണിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതേ കണക്ക് ലൈംഗിക സുഖമുള്ള വാക്കുകളും ഒക്കെ കിട്ടുന്നെന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ നെഞ്ചത്ത് ഇങ്ങനെ കയറാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു? നിങ്ങളുടെ വയസ്സ് എത്രയാണ് കിളവ? നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടോ? ഇത്രയും ഒരു നാറിയ ജീവിതം നയിച്ച്, അതും ഈ പാണ്ഡിജിയെ പോലുള്ള എന്താ പറയുന്നത്, സ്വയം ഈ താൻ ഉൽപ്പന്നമാണെന്നും അതിൻ്റെ കണക്കും ഉൽപ്പന്നത്തിൻ്റെ കണക്കും ഒക്കെ പറയുന്ന ഇവളുടെയൊക്കെ ചാനലിൽ പോയി ഇന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കണക്ക് അമ്മിഞ്ഞ ജൂണിയുടെയൊക്കെ ചാനലിന് ഭയങ്കര സപ്പോർട്ട് കൊടുത്ത ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഭയങ്കര മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. അദ്ദേഹത്തെ കരച്ചിലൊക്കെ കണ്ടിട്ട് ഒരു രീതിയിൽ ഒരു പാവമൊക്കെ തോന്നി. സീരിയസ് ആയിട്ടും പറയുവാണ്. ഇന്ന് ഈ പറയുമാതിരി ഫിജോയൊക്കെ ഒരു ലൈവൊക്കെ ഇട്ടിരുന്നു. അതിനകത്തൊക്കെ പറയുന്നുണ്ട് ഇവനെ തല്ലാൻ തോന്നില്ല, പക്ഷെ ഇവൻ്റെ കയ്യിലിരിക്കുന്ന മൊത്തം തല്ല് കുള്ളിത്തരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഞരമ്പ്, അതായത് സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് എന്തെങ്കിലും ഇതേ കണക്കുള്ള ജീവികൾക്ക്, ഈ കളവന്മാർക്ക് പെണ്ണും കിട്ടത്തില്ല. ഇവനെ ഒരു പെണ്ണങ്ങാണ്ട് കെട്ടിയതാണ്, ഇവനെ ലാസ്റ്റ് ആ പെണ്ണുമ്പുള്ള കളഞ്ഞിട്ട് പോയതാണ്. അപ്പം ഇതേ കണക്കുള്ള ഈ ഞരമ്പ് രോഗികൾക്ക് ശരിക്കും എന്താ പറയുന്നത്, ഇതേ കണക്ക് ഏതെങ്കിലും ഒരു ഈ പറയുമ്പോൾ റെഡ് സ്ട്രീറ്റ് കണക്ക് എന്തെങ്കിലും ഒരു സംഭവം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും സർക്കാർ ചെയ്യുന്ന ഒരു വലിയൊരു ഉപകാരമായിരിക്കും. കാര്യം ഇല്ലെങ്കിൽ ഇവർ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ഈ പറയുമ്പോൾ ലൈംഗിക അധിക്ഷേപം കൊണ്ട് നടക്കും. എന്താ പറയുക, ഇത്തരം ആൾക്കാരെ കമൻറ്റ് ബോക്സിൽ വരുമ്പോൾ സൂക്ഷിക്കുക. ഇത്തരം കിളവന്മാർ സ്വന്തം മക്കളെ പോലും പീഡിപ്പിക്കാൻ മടിക്കാത്തവരാണ്. അതേ കണക്കുള്ള കമൻറ്റുകളൊക്കെയാണ് കാണുന്നത് എവിടെ നോക്കിയാലും. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് കാണിക്കുന്ന നാരീ പരിപാടികൾ, അതിലും വലിയ ക്രൂരമായിട്ടുള്ള പരിപാടികളാണ്. സോ എന്തായാലും വളരെ ഈ പറയുന്ന സ്ത്രീകൾക്ക്, അന്തസ്സുള്ള സ്ത്രീകൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് രഘുവിൻ്റെ ഈ ഒരു അറസ്റ്റും ബാക്കി കാര്യങ്ങളുമൊക്കെ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് തനുജയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ. കാര്യം തനുജയാണ് ഈ സ്ത്രീയെ രാവിലെ മുതൽ ഈ സ്ത്രീലംബടനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്വേഷിച്ച് കണ്ടെത്തിയതും ഇവൻ്റെ പേരിൽ കേസ് കൊടുത്തതും ബാക്കി കാര്യങ്ങളുമൊക്കെ തനുജയാണ്. പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്ന അവസ്ഥയിൽ അവർ നേരിട്ട് പോയി കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യം കിട്ടും എന്ന് പറയുന്നു. കാര്യം ഇവർക്ക് കേസുമായിട്ട് അധികം മുന്നോട്ട് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം ഓരോ സ്ത്രീകളും ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇതേപോലെയുള്ള ഞരമ്പ് കിളവന്മാർ 10-60 വയസ്സുണ്ട്, തനിക്ക് ഒരു ലേശം ഉളുപ്പ് വേണ്ടേടോ മനുഷ്യർ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കണ്ട സ്ത്രീകളെ എല്ലാം അശ്ലീല സ്വഭാവത്തോടെ കാണുന്ന ഈ
ഞരമ്പ് രോഗിക്ക് ഇത്തരം ഒരു പണി കിട്ടിയതിൽ ആക്ച്വലി സന്തോഷിക്കാനല്ല, ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു അസുഖമാണ്, ഒരു മാനസിക അസുഖമാണ്. ഒരു ചികിത്സയാണ് വേണ്ടുന്നത്. ശരിക്കും ഇതുപോലുള്ള ആൾക്കാർക്ക് ചികിത്സ, നമുക്ക് അറിയാം, കുറച്ച് നാൾ മുമ്പ് ബസ്സിൽ കയറിയിട്ടൊരുത്തൻ ഒരു പെണ്ണിനോട് മോശമായിട്ടൊക്കെ ഇതാകുന്നിടത്ത് ഇതേ കണക്കുള്ള കുറേ ഞരമ്പന്മാർ, ഇവരുടെ ഞരമ്പ് സെറ്റുകൾ കുറേ ഉണ്ടല്ലോ, ഞരമ്പന്മാർ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ കുറ്റമാണ്, അവളുടെ ഡ്രസ്സിൻ്റെ കുറ്റമാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ഇവന്മാരുടെ സ്വഭാവത്തിൻ്റെ വിഷയമാണെന്ന് ആരും സംസാരിക്കത്തില്ല. അപ്പം ഇവനും ചിലപ്പോൾ ഇനി നാളെ ഇറങ്ങിയിട്ട് വേറെ ഇത് കണക്കുള്ള തോന്നിവാസങ്ങൾ കാണിക്കും, ഇത് കണക്കുള്ള ഞരമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇനിയും ആൾക്കാർ കാണും. ഉറപ്പായിട്ടും അമ്മിഞ്ഞ ജൂനിയ കണക്കുള്ള ആൾക്കാർ ഇനിയും കാണും. ഇതേ കണക്ക് ഞരമ്പ് രോഗികളെ ചുമന്നുകൊണ്ട് കിടക്കാനും ഒക്കെ ആൾക്കാർ കാണും. അതേ കണക്ക് മുക്കമ്മായി കാണും, പാണ്ടിച്ച് കാണും. കാര്യം ഇവരൊക്കെ ഒരേ ലെവലിലുള്ള കാര്യമാണ്. ഇതൊക്കെ എനിക്ക് പറയാനുള്ള വണ്ടിച്ച് പോലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ രഘുവിനെയൊക്കെ വിളിച്ചിട്ട് എന്തായാലും നിങ്ങൾ ഈ സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യുന്നതാണ്, ഈ ഒരു സേവനം ഇതേ കണക്കുള്ള കിളവന്മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വില കുറച്ച് പൈസ കുറച്ച് ഇങ്ങനെയുള്ള സേവനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സമൂഹത്തിന് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം രഘുവിനെ പറ്റി നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ. ഇതേ കണക്ക് ഈ നാറി ചെയ്തു വെച്ചിരിക്കുന്ന ഇടുന്ന കമൻറ്റുകൾ കേട്ടാൽ അറയ്ക്കുന്നതാണ്. ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പൊടി കുഞ്ഞുങ്ങളെ വരെ അസഭ്യം പറയുന്നവനാണ്. ഇതേ കണക്കൊരു നാറിയെ നിങ്ങൾക്ക് കണ്ട് പരിചയം കാണും, ഫോട്ടോ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല കണ്ട് പരിചയം കാണും. അപ്പം ഇവന് പണി കിട്ടിയതിൽ വളരെയേറെ സന്തോഷമാണ് ഉള്ളത്. എൻ്റെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേ കണക്ക് ഇതേ കണക്ക് കുറച്ച് പേരും കൂടെ ഉണ്ട്, ഷാജി പട്ടിക്കര കണക്കുള്ള കുറച്ച് ഞരമ്പ് രോഗികളും കൂടെ ഉണ്ട് സമൂഹത്തിൽ. അവരും വൈകാതെ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാനാണ് വളരെയേറെ ചാൻസ് അതിനാണ്. നിന്നടി വാങ്ങാനും ഇതേ കണക്ക് മാപ്പ് പറഞ്ഞ് ഇനി വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതേ കണക്ക് ഞരമ്പത്തരം കാണിച്ചുകൊണ്ട് വരും. ഇവിടെ അല്ലെങ്കിൽ വേറെ അടുത്ത് വരും. ഇത് ഇവരുടെ അസുഖമാണല്ലോ. നമുക്ക് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസുഖം തന്നെയാണ്. ഈ അസുഖം രണ്ട് തല്ല് കിട്ടിയാൽ മാറുന്ന അസുഖം തന്നെയാണ്. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരു തല്ല് കിട്ടിയപ്പോൾ അവന് ശരിയായല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ എന്താ പറയുന്നത്, വേറെ വലിയ അസുഖമൊന്നുമല്ല ഞരമ്പ് രോഗം. അങ്ങനെ ആ ഞരമ്പ് രോഗി എന്തായാലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഒന്നും കൂടെ ഞാൻ തനുജയ്ക്കും അതേ കണക്ക് തനുജയ്ക്കൊപ്പം നിന്ന സുനിതയ്ക്കും എന്താ പറയുന്ന ഒരു ബിഗ് സല്യൂട്ട് ആയിരുന്നു. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.